சச்சு நேக்கு என்னமோ ரொம்ப பயமா இருக்கு. உன் ஹஸ்பண்ட் ஆளுங்க பூரா வந்துட்டே இருக்காங்க. அந்த அம்மாளுடைய நோட்டம் கண்டா என்ன அப்படியே கொன்னு போட்டுருவா போல் இருக்கு. நீங்க பயப்படுற மாதிரி ஒண்ணும் இல்ல மாமி. நீ சும்மா இருடி, நீ சின்ன குழந்தை, உனக்கு ஒண்ணும் தெரியாது. மாப்பிளைக்கு அவகிட்ட தான் இஷ்டம். ஏன்னா அவ பூரா அவங்க ஆளுங்க. என்ன பாக்குறது கிடையாது, எங்கிட்ட ஒரு வார்த்தை பேசுறது கிடையாது. நான் இப்பவே அண்ணாவுக்கு லெட்டர் போட்டு 10 ஆளுங்களை கூட்டிட்டு வர சொல்றேன். வேண்டாம் மாமி. நம்மாத்திலே இருக்காங்க ஆளுங்க. இந்த மீனாட்சி அம்மாள் யாருன்னு அவளுக்கு தெரிய வேண்டாம். நீ சும்மா இருடி. കേട്ടോടത്തോളം കാര്യങ്ങൾ അത്ര നിസ്സാരമൊന്നുമല്ല. അല്ല, അതുകൊണ്ടാ അമ്മ തന്നോട് എത്രയെന്ന് ഞാൻ എഴുതിയത്. ഉണ്ടാക്കാവുന്ന ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ആ അമ്മയാരെ ഇവിടുന്ന് എങ്ങനെങ്കിലും പുറത്താക്കണം. അത് വെറുണിച്ചെടുത്ത് വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു ഒറ്റെണ്ണത്തിന് വിവരമില്ല എന്റെ ഇല്ലാമ്മേ. വെറുതെ വായാലും നാവിട്ടടിച്ചിട്ട് എന്തുട്ട കാര്യം? ഒച്ച വെക്കാനാണെങ്കിൽ ഇവളുടെ അത്ര കഴിവെനിക്കില്ല. പിന്നെ ഞാൻ എപ്പോഴാ ഒച്ച വെച്ചിട്ടുള്ളത്? അതിപ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കണ എന്റെ റോസി. എന്റെ മരുവളായിട്ട് വന്നതിന്റെ 3ാമത്തെ ദിവസം തുടങ്ങിയതല്ലേ നീ യുദ്ധം? ഒരാൾ മാത്രം വിചാരിച്ച യുദ്ധം ഉണ്ടാവുമോ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ടോ? എന്റെ ഈനാശു കുട്ടിയെ കൊണ്ട് എന്നെ പുറത്തയക്കിച്ച പുണ്യാഴ്ച അല്ലടി നീ. അത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട്. ചെളുക്ക അവിടെ തള്ളെ ചെളുക്ക വിളിക്കാൻ വിളിച്ച ഒന്ന് നിർത്താനേ. നമ്മളിപ്പോ എവിടാ നിൽക്കുന്നതെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? റോസിയെ, നമ്മളെന്താ ഇപ്പൊ വരവണിച്ചെടുത്ത് ഇങ്ങോട്ട് എടുത്തയച്ചു വരുത്തിയത്? ആ, ഞാനതങ്ങ് മറന്നുപോയി. അമ്മ പറ. നീ ഇടയിൽ കയറി കൊത്തരുത്. ഇല്ല, നിങ്ങൾ കുറെ ബഹളം വെച്ച് ഒച്ചിട്ടിട്ട് യാതൊരു കാര്യമില്ല. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എങ്ങനെ? അമ്മായിമ്മ പോരെടുത്ത് നിനക്ക് അവളെ ഇവിടുന്ന് ഓടിക്കാനുള്ള സമയമില്ലല്ലോ. അതില്ല, തന്നെയല്ല തോമസ് കുട്ടിക്ക് അതൊക്കെ നല്ലോണം മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് തെറ്റിച്ചാലേ അമ്മയാർക്കും കൂട്ടർക്കും ഇവിടെ സ്ഥാനമില്ലാണ്ടാവുള്ളൂ. അതിൽ എന്നതാ ഒരു വഴി? കുട്ടിയെ മാമനസ് മുക്കിയോ? കൊള്ളാം, അതും പറഞ്ഞു തന്ന അവൻ ആദ്യം നമ്മളെ എവിടെ നടിച്ചിറക്കും. എന്തിന്? അവർ ജാതി മതമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ജീവിക്കല്ലേ. അവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവ് കാണിക്കേണ്ടത്. കുട്ടിയെ മാമനസ് മുക്കിയ ക്രിസ്ത്യാനിയായോ? കുട്ടിയെ പിരിഞ്ഞിരിക്കുക അമ്മയ്ക്ക് പറ്റുമോ? അപ്പൊ അവള് നമ്മൾ വരച്ച് വരാൻ നിൽക്കും. അമ്മയാര് പമ്പ കിടക്കുകയും ചെയ്യും. കാര്യം തരാ, പക്ഷെ എങ്ങനെയാ തോമസ് കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്ക? ഒരു കാര്യം ചെയ്യാം, സൂചി ഇവിടെ വെറുതെ ഇരിക്കില്ലേ? അതെ, അതിനിപ്പോ അവളെന്നാ ചെയ്യാനാ? നിങ്ങൾ അവളെ അപ്പന്റെ അടുത്ത് പറഞ്ഞു വിട്. നീ പോയി അപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പൻ അവനോട് വിശദമായിട്ട് സംസാരിക്കട്ടെ. സൂത്രത്തിൽ ഞാൻ അവനൊന്ന് ഇളക്കി വിടാം. നാളെ ആവട്ടെ. പള്ളിയിൽ പോയി ഒരു കുർബാന കൈക്കൊണ്ട അതിന്റെ ഒരു സുഖം വേറെ തന്നെ. അതിനിപ്പോ ഇന്ന പള്ളി ഇന്ന സ്ഥലം എന്നൊന്നില്ല. നടക്കാനാവുന്നുള്ള കാലം വരെ ഞാൻ ദിവസം പള്ളിയിൽ പോകും. അമ്മയെ ചേച്ചി വിളിക്കായിരുന്നില്ലേ കൂട്ടിന്? എന്തിനുണ്ട മോനെ കൂട്ട്? ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ വേണമെങ്കിലും ഞാൻ തനിയെ പോയിട്ട് വരും. അതിപ്പോ ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല. ഈനാശുവിന്റെ അപ്പം മരിക്കുന്ന കാലം വരയ്ക്കും പറയും. വെറോനി ഉണ്ടായ അതിനൊരു ധൈര്യവും സുഖവും ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലട തോമാസുട്ടിയെ, നീ ഇങ്ങനെയായാ മതിയാ. അല്ല, കല്യാണത്തിനേ നീ ഒരു ഇല ചോറ് തന്നില്ല. കുട്ടിയുടെ മാമൂസയെങ്കിലും ഗംഭീരായിട്ട് കൊണ്ടാടണം. നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരെയും ഒക്കെ വിളിച്ച് നല്ലോണം നടത്തണം. അല്ല, അവരിപ്പിനി കൂടിക്കോളും. അപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഏത് മാമോദിസേ? അങ്ങനെ പ്രത്യേകിച്ച് ജാതിയും മതവും ഒന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഞങ്ങള്. പിന്നെ അവളങ്ങനെ വളരട്ടെന്നു. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എടാ മോനെ, നിന്റെ അത്ര പഠിപ്പും വിവരമൊന്നും എനിക്കില്ല. എന്നാ തെറ്റ് കണ്ടാ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. നീ ഒരു ക്രിസ്ത്യാനി അല്ലടാ മോനെ. അപ്പൊ നിന്റെ മോളെ ക്രിസ്ത്യാനിയായിട്ട് തന്നെ വളർത്തണം. മൂത്തോര് പറയുന്നത് മുഴുവൻ നീ തട്ടിക്കളയരുത്. അല്ല, ഞാനും സരസ്വതിയും കൂടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി മാമോദിസ മുക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ 2 വഞ്ചലും കാലിടരുത്. വെള്ളത്തിനടിയിൽ പോയാലേ വിവരം അറിയുള്ളൂ. എന്താ ചേച്ചി ഇത്? എന്തായാലും അടുക്കളയിൽ വെച്ചൂടെ? ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? ഓ, എന്നാ വിചാരിക്കാനാ? കൂടി വന്നാൽ ഞങ്ങള് പുറത്തായെന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. സാരമല്ലേ നാത്തൂനെ, ജീവിതമല്ലേ, അനുഭവിച്ചല്ലേ പറ്റൂ. ആരെ തോൽപ്പിക്കാനാ ഈ വാശി? ഞങ്ങൾക്കാർക്കും ഒരു വാശിയില്ലേ. ഇച്ചാനൊന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഒറ്റയ്ക്ക് എങ്ങനെ തിരിച്ചു പോകുന്നു വിചാരിച്ചിട്ടാ.
നീ എന്നാത്തിനാണ് തിരിച്ചു പോകുന്നത്? തോമസ് കുട്ടി എവരൊക്കെ കാണുന്നതിന് മുൻപേ നമ്മൾ കാണാൻ തുടങ്ങിയതില്ലയോ? അവനൊരു മൊണ്ണയായി പോയി. അതിന്റെ ശിക്ഷയാ നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ടായേ. മാനം മര്യാദയായിട്ട് കഴിഞ്ഞിരുന്ന ഒന്നാന്തരം കുടുംബക്കാരെ ഈ ഗതിയിലാക്കിയില്ലേ? ഇത് തന്നെ ധാരാളം. അതെ, അമ്മയ്ക്ക് വേഗം അതൊന്നും ഞാൻ തന്നെ. മാമി, നിങ്ങൾ രണ്ടു കൂട്ടർ ഇങ്ങനെ ആയാലോ? മാമിക്കെങ്കിലും ഒന്ന് മാറിക്കൊടുത്തൂടെ? പാടി സച്ചു, നീ இந்த விஷயத்துல തല പോടാതെ. നീ ചിന്ന കുഴന്റെ നോക്കൊന്നും தெரியாது. ഷോ, ഞാൻ ഇവിടെ നിന്നത് എത്ര നന്നായി. അല്ലെങ്കിലേ അവർ ഇവളെയും മാറ്റിയെടുത്തേനെ. എന്തായാലും അവരെന്റെ ഭർത്താവിന്റെ വീട്ടുകാരല്ലേ? ஆமாண்டி, அவ உங்க வீட்டுக்காரங்க தான். நான் உங்க அப்பனுக்கு தங்கச்சி. இத பாரு, உங்க அம்மா இறந்து போனதுக்கு அப்புறம் இந்த மடியில தாண்டி போட்டு உன்னை வளர்த்தேன். അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരാണെന്ന്. ഞാനേ എന്റെ അണ്ണൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. ഇനിയും വരാനുണ്ടോ? പിന്നെ ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പച്ചനും കൂടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയല്ലാതെ. തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാണ്. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിന്റെ 4 കാശ് കിട്ടാൻ വേണ്ടിയിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടുമുണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്. അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവളാ സരസു. അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല. അവള് ബുദ്ധിയുള്ളോളാ. അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളപ്പിന് ഞങ്ങൾ പറയുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാർന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 16 കൊല്ലം കഴിഞ്ഞ തന്നെ ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് പെൺകുട്ടിയാ. മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് ജാതിക്കാർക്ക് കൊടുക്കും? നീ അന്യജാതിയിൽ നിന്നൊരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങക്ക് വരുന്നില്ല നല്ലൊരു ആലോചന. പിന്നെയാ ഒന്നും വേണ്ട. നീ ഒരു സ്കൂൾ മാസ്റ്ററല്ലേ? 1ാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ. പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം. അപ്പച്ച ഞാൻ പറഞ്ഞില്ലേ സരസു. എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പൂപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമസ് കുട്ടിയാ നീ, അത് മറക്കണ്ട. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല. പഴയ സന്തോഷമൊക്കെ പോയി. ഏയ്, വെറുതെ തോന്നുക. ഞാനേ ആലോചിക്കായിരുന്നു. എന്ത്? നമ്മുടെ മോടെ കാര്യം. അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ? പേര് നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ? വനിത. അത് പോരാ. നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ ഏതാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെന്ന് വെക്കുക. ജാതി എന്താന്ന് അതിനകത്ത് എഴുതണം. സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിന് പ്രത്യേക കോളുണ്ട്. എന്ന് വേണ്ട ജോലി, വിവാഹം, എല്ലാത്തിനും ഇതൊരു പ്രശ്നമാവും. മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ? അതെ, അത് നമ്മളായിട്ട് എങ്ങനെയാന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ മുക്കിയാലോ? വേണ്ട. പറയുന്ന കേക്ക്. പറയണ്ട, എനിക്ക് മനസ്സിലായി. കണ്ണും കാതൊക്കെ എനിക്കുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇതിവിടെ പുകയാൻ തുടങ്ങിയിട്ട്. അയ്യോ, സരസു ഉദ്ദേശിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. മാമോദീസ മുക്കിയെന്ന് കരുതി പള്ളിയിലൊന്നും പോണ്ട. വെറുതെ ഒരു ചടങ്ങ്. എന്നാ പിന്നെ എനിക്ക് എന്റെ മതത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞൂടെ? അതെങ്ങനെ? അച്ഛന്റെ സ്ഥാനത്ത് തോമസ് കുര്യൻ എന്ന് പേരുള്ളപ്പോ? ഒന്നുമല്ല, നമ്മൾ കല്യാണത്തിന് മുമ്പ് സംസാരിച്ചിരുന്നൊക്കെ മറന്നുപോയി. ഇങ്ങനൊരു മാറ്റം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. ഈ സംസാരം പോലും എനിക്കറിയാം ഇത് നിങ്ങളുടെ അഭിപ്രായമല്ല. പിന്നെ ആരുടെയാ? പറയിപ്പിച്ചതാ. ആര് പറയിപ്പിച്ചെന്ന്? ചേട്ടാ, എനിക്ക് ചിന്താശക്തിയില്ലേ? ഇത് ഞാൻ എത്രയോ ദിവസമായിട്ടിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനം. പക്ഷെ എന്നെ പറ്റി ആലോചിക്കാൻ തോന്നിയില്ലല്ലോ.
ഞാനും സ്വന്തക്കാരും ബന്ധുക്കാരുള്ള വീട്ടിൽ തന്നെയാ ജനിച്ചത്. അവരെയൊക്കെ വെറുപ്പിച്ചിട്ടാ ഞാൻ കൂടെ ഇറങ്ങി വന്നത്. ആരുടെ മൊത്തൊന്നും പറയണ്ട. ഈ ബന്ധുക്കാരെ സ്വന്തക്കാരെ കൊള്ളപ്പോൾ എന്നെ പന്തലിൽ നിറക്കി വിട്ടത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം ഒന്നും വേണ്ട. ആവശ്യമില്ലാത്തല്ല, ഞാൻ സമ്മതിക്കില്ല. അധികം വാശി പിടിക്കണ്ട. എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന നമ്മള് ഇപ്പൊ സ്വസ്ഥത ഇല്ലാണ്ടായി വഴിക്കൂടാൻ തുടങ്ങി. എന്റെ വിധി.